ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം അവസാനിച്ചിരിക്കുകയാണ്. ആദ്യം നടന്ന 3 T20 ഇന്ത്യ തൂത്തുവാരിയപ്പോൾ ഏകദിന പരമ്പര ഇന്ത്യക്ക് നഷ്ടമാകുകയും ചെയ്തു. ഇനി ഇന്ത്യയുടെ ആഭ്യന്തര ടൂർണമെന്റായ ബുച്ചി ബാബു ഇവന്റ് ഓഗസ്റ്റ് 15-ന് നടക്കാനിരിക്കുകയാണ്. അതോടെ ഇന്ത്യൻ T20 നായകനായ സൂര്യകുമാർ യാദവ് മുംബൈക്ക് വേണ്ടി മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. ടൂർണമെന്റിന് മുന്നോടിയായുള്ള ഇൻവിറ്റേഷൻ സ്വീകരിച്ച് താരം മുംബൈക്ക് വേണ്ടി കളിക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഞാൻ ബുച്ചി ബാബു ടൂർണമെന്റിൽ മത്സരിക്കും. അത് അന്താരാഷ്ട്ര സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് വിലപ്പെട്ട പരിശീലനം നൽകും. എൻ്റെ ക്ലബ്ബ് ടീമിനുമായി മുംബൈക്ക് വേണ്ടി കളിക്കാൻ ഞാൻ തയ്യാറാണ്, സൂര്യകുമാർ യാദവ് പറഞ്ഞു. നിലവിൽ മുംബൈയുടെ സ്ഥിരം ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ ലെസ്റ്റർഷെയറിന് വേണ്ടി ഏകദിന ടൂർണമെന്റിൽ കളിക്കുന്നതിനാൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ സർഫറാസ് ഖാനാണ് ടീമിനെ നയിക്കുക എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ സൂര്യ ടീമിലേക്ക് വരുന്നതോടെ ക്യാപ്റ്റൻ സ്ഥാനം സർഫറാസിന് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ സൂര്യ തനിക്ക് ക്യാപ്റ്റൻ സ്ഥാനം വേണ്ടെന്നും സർഫറാസിന് തന്നെ ക്യാപ്റ്റൻ സ്ഥാനം നൽകണമെന്നുമാണ് മുംബൈ ക്രിക്കറ്റ് ബോർഡിനോട് സൂര്യ പറഞ്ഞത്. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈയെ സ്ഥിരമായി പ്രതിനിധീകരിക്കുന്ന ചുരുക്കം ചില കളിക്കാരിൽ ഒരാളാണ് സൂര്യയെന്ന് ബോർഡ് പറയുകയും ചെയ്തു. ബുച്ചി ബാബു ടൂർണമെന്റിൽ കളിക്കാൻ താൻ ലഭ്യമാണെന്ന് സൂര്യ ടീമിനെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മുംബൈ ലൈനപ്പിൽ ചേർക്കും. സാധ്യമാകുമ്പോഴെല്ലാം സൂര്യ മുംബൈ ക്രിക്കറ്റിനെ പ്രതിനിധീകരിക്കുന്നു. മുംബൈയിലെ മൈതാനങ്ങളിലെ ക്ലബ്ബ് മത്സരങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന അപൂർവ കളിക്കാരിൽ ഒരാളാണ് സൂര്യ. സർഫറാസ് ടീം ലീഡറായി തുടരണമെന്ന് സൂര്യ ശുപാർശ ചെയ്തു. അതേസമയം സൂര്യ തന്നെ ടീമിലെ ഒരു സാധാരണ അംഗമായി മാത്രമേ കളിക്കൂ, ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു.